പാലപ്പിള്ളിയിൽ മാൻ ബൈക്കിൽ വന്നിടിച്ച് ദമ്പതികൾ ഉൾപ്പെടെ 3 പേർക്ക് പരിക്ക്. വന്യമൃഗശല്യം മൂലം ദുരിതമനുഭവിച്ച പാലപ്പിള്ളി നിവാസികൾ. തൃശൂർ കുന്നംകുളം സംസ്ഥാന പാതയിൽ പുഴയ്ക്കൽ ആമ്പക്കാട് ബസ് സ്റ്റോപ്പിന് സമീപമുള്ള ഡിവൈഡർ അപകടക്കെണിയായി. ഡിവൈഡറിൽ ഇടിച്ചുകയറി വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവാകുന്നു. തൃശൂർ പുല്ലഴിയിൽ ഫ്ളാറ്റിലേക്ക് പടക്കമേറ്. കേരള സ്റ്റേറ്റ് ഹൌസിംഗ് ബോർഡ് അപ്പാർട്ട്മെന്റിലേക്കാണ് പടക്കമെറിഞ്ഞത്. പടക്കമേറിൽ വീടിന്റെ വാതിലിന് തകരാർ സംഭവിച്ചു. വീടിന് മുന്നിൽ വെച്ചിരുന്ന കുപ്പി പൊട്ടിത്തെറിച്ചു. തൃശൂരിൽ ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷ തീപിടിച്ച് കത്തിനശിച്ചു. ഗ്യാസിൽ പ്രവർത്തിക്കുന്ന ഓട്ടോറിക്ഷയാണ് കത്തിനശിച്ചത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഇരിങ്ങാലക്കുടയിൽ വീട്ടിൽ തീപിടുത്തം. വടക്കാഞ്ചേരി ഒന്നാം കല്ലിൽ ബസ് കയറുന്നതിനിടെ താഴെ വീണ് കാലിലൂടെ ബസ് കയറി വയോധികയ്ക്ക് ഗുരുതര പരിക്ക്. ഒന്നാം കല്ല് സ്വദേശിനി നബീസയ്ക്കാണ് പരിക്കേറ്റത്. പാറമേക്കാവ് ക്ഷേത്രത്തിൽ വേലയാഘോഷം ഇന്ന്. രാത്രി നടക്കുന്ന എഴുന്നള്ളിപ്പിൽ 9 ഗജവീരന്മാർ അണിനിരക്കും. വെടിക്കെട്ട് പുലർച്ചെ 1-ന്. വാർത്തകൾ വിശദമായി. പാലപ്പിള്ളി വലിയ കുളത്ത് മാൻ ബൈക്കിൽ വന്നിടിച്ച് ദമ്പതികൾ ഉൾപ്പെടെ 3 പേർക്ക് പരിക്ക്. വേലൂപ്പാടം വെണ്ണൂറാൻ വീട്ടിൽ ഹസൈനാർ, ഭാര്യ പാത്തുമ്മ, ഹസൈനാറുടെ സഹോദരന്റെ മകൾ വലിയകുളം പള്ളിപ്പുറത്ത് നൌഷാദ് ഭാര്യ സക്കീന എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ വേലൂപ്പാടത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാവിലെ 6 മണിയോടെയായിരുന്നു സംഭവം. തോട്ടം തൊഴിലാളികളായ പാത്തുമ്മയെയും സക്കീനയെയും ടാപ്പിങ്ങിനായി ഹാരിസൺ തോട്ടത്തിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് സംഭവം. വലിയകുളത്ത് വെച്ച് തോട്ടത്തിന്റെ മതിൽ ചാടി റോഡിലേക്ക് വന്ന മാൻ ബൈക്ക് ഇടിച്ചുമറിക്കുകയായിരുന്നു. റോഡിലേക്ക് തെറിച്ചു വീണാണ് 3 പേർക്കും പരിക്കേറ്റത്. വലിയകുളത്ത് ജോലിക്ക് പോവുകയായിരുന്നു. പോകുന്ന സമയത്ത് മാന് ചാടി ഞങ്ങൾ ബൈക്കിൻ്റെ മുന്നിൽ ചാടി ബൈക്ക് വീണ് 3 പേർക്ക് അപകടത്തിൽ പെട്ടു. അവിടെ അടുത്ത് ഓട്ടോറിക്ഷക്കാരുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ വാച്ചർമാരൊക്കെ വിളിച്ച് പറഞ്ഞ് ജോലിക്ക് വന്നിരുന്ന ആൾക്കാരും ഉണ്ടായിരുന്നു. അവരെല്ലാവരും പറഞ്ഞ് ഓട്ടോറിക്ഷ വിളിച്ച് ഒരുപാട് ആശുപത്രിയിൽ കൊണ്ടുവന്നു. പരിക്കേറ്റവരെ നാട്ടുകാർ ചേർന്നാണ് ആശുപത്രിയിൽ എത്തിച്ചത്. മേഖലയിലെ വന്യജീവി ശല്യത്തിന് പരിഹാരം കാണണമെന്നും തോട്ടം തൊഴിലാളികൾക്ക് സുരക്ഷ ഒരുക്കണമെന്നും പഞ്ചായത്ത് അംഗം സുഹറ മജീദ് ആവശ്യപ്പെട്ടു. പാവപ്പെട്ട തൊഴിലാളികൾ അന്നന്നത്തെ അന്നത്തിന് വേണ്ടിയിട്ട് അവനവൻ്റെ ജോലിക്ക് പോകാൻ വേണ്ടി അല്ലെങ്കിൽ ആ എസ്റ്റേറ്റിൽ താമസിക്കാനോ ഒരു നിവൃത്തിയില്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ പാലപ്പള്ളി പ്രദേശം മേഖലയുള്ളത്. അതിനു മാത്രം വന്യജീവികൾ പുലിയും കടുവയും ആനയും വഴിയാത്രക്കാരെ പന്നി നിരന്തരം മാൻകൂട്ടങ്ങൾ വന്ന് ഇടിക്കുകയാണ്. അടിയന്തരമായിട്ട് അധികാരികൾ പാലപ്പള്ളി പ്രദേശത്ത് നടപടി സ്വീകരിക്കുക തന്നെ വേണം. ഈ വന്യമൃഗ ശല്യത്തിൽ നിന്ന് ഇവിടെയുള്ള ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. TCV ന്യൂസ്, പുതുക്കാട്. അതിരപ്പള്ളി മേഖലയിൽ കാട്ടാനകൾ ജനവാസ മേഖലയിലെത്തുന്നത് തുടർക്കഥയാകുന്നു. വെറ്റിലപ്പാറ 13-ൽ വെള്ളിയാഴ്ച പുലർച്ചെ ആനകളെത്തി പരിസരത്ത് പറമ്പുകളിൽ കാർഷിക വിളകൾ നശിപ്പിച്ചു. മുണ്ടയ്ക്ക ജോർജിന്റെ ഏതാനും വാഴകളും കവുങ്ങുകളും മറച്ചിട്ട് ഭക്ഷിച്ചു. 2 തെങ്ങും കൊത്തിമറിച്ചു. എതിർഭാഗത്തെ എണ്ണപ്പന തോട്ടത്തിലും ആനകൾ നിലയുറപ്പിച്ചു. തൃശൂർ കുന്നംകുളം സംസ്ഥാന പാതയിൽ പുഴയ്ക്കൽ ആമ്പക്കാട് ബസ് സ്റ്റോപ്പിന് സമീപമുള്ള ഡിവൈഡർ അപകടക്കെണിയായി. ഡിവൈഡറിൽ ഇടിച്ചു കയറി വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവാകുന്നു. മുന്നറിയിപ്പ് ബോർഡോ ഡിവൈഡറിൽ റിഫ്ലക്ടറോ ഇല്ലാത്തത് മൂലമാണ് വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത്. താരതമ്യേന വീതി കുറഞ്ഞ ഈ ഭാഗത്ത് പുഴയ്ക്കൽ ഭാഗത്തു നിന്ന് വേഗതയിൽ വരുന്ന വാഹനങ്ങൾ റിഫ്ലക്ടറോ സൂചനാ ബോർഡോ ഇല്ലാത്ത ഡിവൈഡറിൽ ഇടിച്ചു കയറുകയാണ്. ആവശ്യത്തിന് വെളിച്ച സംവിധാനമില്ലാത്തതിനാൽ രാത്രിയിലാണ് അപകടങ്ങളേറെയും ഉണ്ടാകുന്നത്. റോഡ് പുനർനിർമ്മിച്ചതിനെ തുടർന്ന് ഈ ഡിവൈഡറിന് മുൻപിൽ ടാർവീപ്പയിൽ റിഫ്ലക്ടർ ഉറപ്പിച്ച് താൽക്കാലിക സംവിധാനം ഉണ്ടാക്കിയിരുന്നെങ്കിലും വാഹനങ്ങൾ ഇടിച്ച് ടാർവീപ്പ തകർന്നു പോകുകയായിരുന്നു. തുടർന്ന് DYFI പ്രവർത്തകർ ഇടപെട്ട് ഡിവൈഡറിൽ സൂചനാ ബോർഡ് സ്ഥാപിച്ചെങ്കിലും ഏതാനും ആഴ്ചകൾക്ക് ശേഷം ആ ബോർഡും തകർന്നുപോയി. നിലവിൽ 2 മാസത്തോളമായി ഡിവൈഡറിൽ റിഫ്ലക്ടറോ സൂചനാ ബോർഡോ ഇല്ലാത്ത അവസ്ഥയാണ്. മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഒരുക്കാമെന്ന ആവശ്യമുയരുമ്പോഴും അധികൃതർ നടപടിയൊന്നും എടുക്കുന്നില്ല. ദൂരെ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ഡിവൈഡർ കാണും വിധം സൂചനാ ബോർഡും റിഫ്ലക്ടറും സ്ഥാപിച്ച് അപകട സാധ്യത ഇല്ലാതാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെയും യാത്രക്കാരുടെയും ആവശ്യം. TCV ന്യൂസ്, തൃശൂർ. തൃശൂർ പുല്ലഴിയിൽ ഫ്ളാറ്റിലേക്ക് പടക്കമേറ്. കേരള സ്റ്റേറ്റ് ഹൌസിംഗ് ബോർഡ് അപ്പാർട്ട്മെന്റിലെ സുശീൽ കുമാറിന്റെ ഫ്ളാറ്റിലേക്കാണ് പടക്കമെറിഞ്ഞത്. വീടിന്റെ വാതിലിന് തകരാർ സംഭവിച്ചു. ഫ്ളാറ്റിന്റെ മുന്നിൽ വെച്ചിരുന്ന കുപ്പി പൊട്ടിത്തെറിച്ചു. പൊട്ടിത്തെറിയുടെ ശബ്ദം കേട്ടാണ് വീട്ടുകാർ പുറത്തേക്ക് ഇറങ്ങി വന്നത്. ഫ്ളാറ്റിന്റെ മുന്നിൽ നിന്ന് 3 പേർ ഓടിപ്പോയതായി വീട്ടുകാർ പറഞ്ഞു. വെസ്റ്റ് പോലീസ് അന്വേഷണം ആരംഭിച്ചു.
തൃശൂരിൽ ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷ തീപിടിച്ചു കത്തിനശിച്ചു. ശക്തൻ മാർക്കറ്റിന് സമീപം ഇന്ന് രാവിലെയാണ് അപകടം. കേച്ചേരി സ്വദേശി വേണാട്ട് വീട്ടിൽ അൻസാറിന്റെ ഓട്ടോറിക്ഷയാണ് കത്തിനശിച്ചത്. ഗ്യാസിൽ പ്രവർത്തിക്കുന്ന ഓട്ടോറിക്ഷയാണ് കത്തിനശിച്ചത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ രാജേഷ്, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ കെ സജീഷ്, കെ പ്രകാശൻ, ഷാജു, ഷാജി എന്നിവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രം തെക്കേ നടയിൽ വീടിന്റെ ഹാളിന് തീപിടിച്ചു. അമ്പാടി വീട്ടിൽ ജഗദീഷിന്റെ വീടിന്റെ ഹാളിനാണ് തീപിടിച്ചത്. പൂജാമുറിയിലെ നിലവിളക്ക് കൊളുത്തി ഉടമസ്ഥൻ അമ്പലത്തിൽ പോയിരുന്ന സമയത്ത് നിലവിളക്കിൽ നിന്നും തീ പടർന്നതായാണ് കരുതുന്നത്. വീടിന്റെ സ്വീകരണ മുറിയിലുണ്ടായിരുന്ന ഫർണിച്ചറുകൾ, TV, അലമാരകൾ എന്നിവ പൂർണ്ണമായും കത്തിനശിച്ചു. ഫയർഫോഴ്സ് എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. വീടിനുള്ളിലുണ്ടായിരുന്ന 3 LPG സിലിണ്ടറുകൾ സുരക്ഷിതമായി പുറത്തെത്തിക്കുകയായിരുന്നു. വടക്കാഞ്ചേരി 1-ാം കല്ല് സെന്ററിൽ ബസ് കയറുന്നതിനിടെ താഴെ വീണ് കാലിലൂടെ ബസ് കയറി വയോധികയ്ക്ക് ഗുരുതര പരിക്ക്. 1-ാം കല്ല് പുതുവീട്ടിൽ 68 വയസ്സുകാരി നബീസയ്ക്കാണ് കാലിന് പരിക്കേറ്റത്. നബീസയെ ആക്സ് പ്രവർത്തകർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു. കുന്നംകുളത്തേക്ക് പോകാൻ ബസ് കാത്തിരിക്കുകയായിരുന്നു നബീസ. എന്നാൽ കുന്നംകുളത്തേക്കുള്ള ബസ്സിലായിരുന്നില്ല ഇവർ കയറിയത്. ബസ് മാറിപ്പോയത് മനസ്സിലാക്കി ഉടൻ തിരികെ ഇറങ്ങിയപ്പോൾ ബസ്സിൽ നിന്നും വീഴുകയായിരുന്നു. പാറമേക്കാവ് ക്ഷേത്രത്തിൽ വേലയാഘോഷം ഇന്ന്. രാത്രി 10-ന് വടക്കുംനാഥ ക്ഷേത്രത്തിലേക്ക് 9 ആനപ്പുറത്ത് ഭഗവതി എഴുന്നള്ളും. ചോറ്റാനിക്കര നന്ദപ്പൻ മാരാരുടെ പ്രമാണിത്വത്തിലുള്ള പഞ്ചവാദ്യം എഴുന്നള്ളിപ്പിന് അകമ്പടിയാകും. കൊമ്പൻ പുതുപ്പള്ളി കേശവൻ തിടമ്പേറ്റും. പുലർച്ചെ 1-ന് മണികണ്ഠനാനിൽ നിന്ന് ഭഗവതി ശ്രീമൂലസ്ഥാനത്തേക്ക് എഴുന്നള്ളും. കിഴക്കൂട്ട അനിയന്മാരാർ മേളത്തിന് പ്രമാണിത്വം വഹിക്കും. തുടർന്ന് വെടിക്കെട്ട് നടക്കും. ജില്ലാ ഭരണകൂടം അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് കോടതിയെ സമീപിച്ചാണ് വെടിക്കെട്ടിന് അനുമതി ലഭിച്ചത്. കോടതി നിർദ്ദേശത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് ADM വെടിക്കെട്ടിന് അനുമതി നൽകിയത്. സാംസ്കാരിക തലസ്ഥാനത്തിന്റെ തിലകക്കുറിയായ ശക്തൻ തമ്പുരാൻ മ്യൂസിയം ആസ്വാദകർക്ക് സമ്മാനിക്കുന്നത് പഴമയുടെ പുതിയ നാമ്പുകളാണ്. പാരമ്പര്യത്തിന്റെയും പൈതൃകത്തിന്റെയും സത്യസന്ധമായ കഥകൾ ഉറങ്ങുന്ന മണ്ണ് തൃശൂർ ശക്തൻ തമ്പുരാൻ കൊട്ടാരം. കൊച്ചി രാജ്യത്തിന്റെ അധികാര കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്ന ശക്തൻ തമ്പുരാൻ കൊട്ടാരം തൃശൂരിലെ സുപ്രധാന ചരിത്ര സ്മാരകമാണ്. വടക്കേച്ചിറ കോവിലകം എന്നു പേരുള്ള കേരള ഡച്ച് വാസ്തുവിദ്യയിൽ നിർമ്മിച്ചിട്ടുള്ള കൊട്ടാരം വടക്കേക്കര കോവിലകം എന്നാണ് പ്രാരംഭകാലത്ത് അറിയപ്പെട്ടിരുന്നത്. ഘടനാപരമായി 2 ഭാഗങ്ങളായി തിരിക്കാവുന്ന കൊട്ടാരത്തിന്റെ പടിഞ്ഞാറേ ഭാഗത്തുള്ള ഇരുനില കെട്ടിടം പാശ്ചാത്യ ശൈലിയിലും കിഴക്കേ ഭാഗത്തുള്ള ഒറ്റനില കെട്ടിടം പരമ്പരാഗത കേരളീയ ശൈലിയിലുമാണ് നിർമ്മിച്ചിരിക്കുന്നത്. പരമ്പരാഗത 4 കെട്ടിന്റെ ഘടനയിൽ നിർമ്മിക്കപ്പെട്ട കൊട്ടാരം 1795-ൽ രാമവർമ്മ ശക്തൻ തമ്പുരാനാണ് ഇന്നു കാണുന്ന തരത്തിൽ പുതുക്കി പണിതത്. കൊട്ടാരത്തിനു ചുറ്റും കോട്ട മതിലുകളും ഇക്കാലത്താണ് നിർമ്മിക്കപ്പെട്ടത്. കൊട്ടാരത്തിന് ചുറ്റുമുള്ള കോട്ടയുടെ കിഴക്കും പടിഞ്ഞാറും ഭാഗത്തുള്ള കവാടങ്ങൾ മാത്രമാണ് ഇന്ന് അവശേഷിക്കുന്നത്. തെക്കോട്ടുള്ള പടയോട്ട കാലത്ത് ടിപ്പു സുൽത്താൻ തൃശൂരിൽ താവളമടിച്ചതിന്റെ തെളിവാണ് പടിഞ്ഞാറേ കവാടത്തിനരികെ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഈ കൊടിമരം. വടക്കേച്ചിറയോട് ചേർന്ന സസ്യജാലങ്ങളാൽ സമ്പന്നമായ പൈതൃകോദ്യാനമാണ് കൊട്ടാരത്തിന്റെ മറ്റൊരു സവിശേഷത. രാമവർമ്മ ശക്തൻ തമ്പുരാന്റെ ശവകുടീരവും പൈതൃകോദ്യാനത്തിലുണ്ട്. മഹാശില സ്മാരകങ്ങൾക്കായി ഒരു പുരാവസ്തു പാർക്കും കൊട്ടാരവളപ്പിലുണ്ട്. 1938-ൽ കൊച്ചിൻ ആർക്കിയോളജി വകുപ്പിന്റെ നേതൃത്വത്തിൽ പുരാതത്വ പഠനങ്ങൾക്കായി കൊച്ചി രാജ്യത്ത് സ്ഥാപിക്കപ്പെട്ട ചിത്രശാലയാണ് തൃശൂർ പുരാവസ്തു മ്യൂസിയമായി വികസിച്ചത്. പിന്നീട് കൊല്ലങ്കോട് ഹൗസിലേക്ക് മാറ്റിയ മ്യൂസിയം കേരളത്തിന്റെ ചരിത്രം വരച്ചുകാട്ടുന്ന അപൂർവ വസ്തുക്കൾ കൂടി ഉൾപ്പെടുത്തി 2005-ൽ ശക്തൻ തമ്പുരാൻ കൊട്ടാരത്തിൽ പുനഃസജ്ജീകരിക്കപ്പെട്ടു. രാജരഥം, ശിലാശില്പങ്ങൾ, പള്ളിയറ, അംശവടി, തലപ്പാവ് തുടങ്ങി 14 ഗാലറികളായി തിരിച്ച് ചരിത്രാതീത കാലം മുതൽ ആധുനിക കാലം വരെയുള്ള പുരാവസ്തുക്കളാണ് മ്യൂസിയത്തിൽ സജ്ജീകരിച്ചിരിക്കുന്നത്.
TCV ന്യൂസ്, തൃശൂർ. കുട്ടികളെ പുകവലിക്കാൻ ഉപദേശിച്ച മന്ത്രിക്കെതിരെ നടപടി തേടി ഗവർണർക്കും ഹൈക്കോടതിക്കും കത്തയച്ച് തൃശൂർ കോർപ്പറേഷൻ കൌൺസിലർ ജോൺ ഡാനിയേൽ. പരസ്യമായി വെല്ലുവിളിച്ചതുവഴി ഭരണഘടനയെയും നിയമനിർമ്മാണ സഭകളെയും അവഹേളിച്ച മന്ത്രി സജി ചെറിയാനെതിരെ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് ഗവർണർക്കും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനും ജോൺ ഡാനിയേൽ കത്തയച്ചു. ഏതെങ്കിലും തരത്തിൽ പുകവലിയെ പ്രോത്സാഹിപ്പിക്കുന്നതും പുകവലിക്ക് പ്രചാരം നൽകുന്നതും കോട്ട്പ നിയമപ്രകാരം കുറ്റമാണ്. ഹൈക്കോടതി വിധി ലംഘിക്കാൻ പരസ്യമായി ആഹ്വാനം ചെയ്തതിന് മന്ത്രിക്കെതിരെ കോടതി അലക്ഷ്യത്തിന് നടപടിയെടുക്കണമെന്നും ജോൺ ഡാനിയേൽ ആവശ്യപ്പെട്ടു. കുന്നംകുളം ടൗൺഹാൾ റോഡിൽ KSRTC ബസ്സിന് പുറകിൽ സ്വകാര്യ ബസ് ഇടിച്ച അപകടം. ആർക്കും പരിക്കില്ല. KSRTC ബസ് പെട്ടെന്ന് നിർത്തിയതിനെ തുടർന്ന് പുറകിൽ വന്നിരുന്ന സ്വകാര്യ ബസ് ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ സ്വകാര്യ ബസ് സമീപത്തെ കാനയിലേക്ക് ഇറങ്ങി നിന്നു. ക്രെയിൻ ഉപയോഗിച്ചാണ് ബസ് നീക്കിയത്. ചാലിശ്ശേരിയിൽ തേനീച്ചയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ വയോധികൻ അപകടനില തരണം ചെയ്തു. കുമരനല്ലൂർ സ്വദേശി മണിക്കാണ് തേനീച്ചയുടെ കുത്തേറ്റത്. തൊഴിലുറപ്പ് തൊഴിലാളികളാണ് തീപ്പന്തം ഉപയോഗിച്ച് തേനീച്ചകളെ തുരത്തി മണിയെ രക്ഷപ്പെടുത്തിയത്. തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു മണി. കൊടകര വെള്ളിക്കുളങ്ങര റോഡിലെ മറ്റത്തൂർ ഭാഗത്ത് റോഡ് നവീകരണം കഴിഞ്ഞതോടെ ആറ്റപ്പള്ളി ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്ക് മെയിൻ റോഡിലേക്ക് കയറാൻ ബുദ്ധിമുട്ട് നേരിടുന്നതായി പരാതി. ആറ്റപ്പള്ളിയിലേക്ക് തിരിയുന്ന റോഡിന്റെ തുടക്കത്തിൽ ഉയരം വർദ്ധിച്ചതാണ് ഇതിന് കാരണം. വാഹനങ്ങൾക്ക് ആറ്റപ്പള്ളി റോഡിൽ നിന്ന് മറ്റത്തൂർ ആറ്റപ്പള്ളി കവലയിലേക്ക് കയറാനും ഇടത്തോട്ടോ വലത്തോട്ടോ തിരിഞ്ഞു പോകാനും റോഡിന്റെ ഉയരക്കൂടുതൽ പ്രശ്നമാകുന്നുണ്ട്. വരന്തരപ്പള്ളി പുതുക്കാട് പഞ്ചായത്തുകളിൽ നിന്നുള്ള നൂറുകണക്കിന് വാഹനയാത്രക്കാർ കൊടകരയിലേക്ക് എത്താൻ ആശ്രയിക്കുന്ന റോഡാണ് ആറ്റപ്പള്ളി പാലം റോഡ്. ആറ്റപ്പള്ളി റോഡ് കൊടകര വെള്ളിക്കുളങ്ങര റോഡിൽ ചേരുന്ന ഭാഗം ഉയരം കൂട്ടി ടാറിംഗ് നടത്തിയാൽ ഇപ്പോൾ നേരിടുന്ന ബുദ്ധിമുട്ട് പരിഹരിക്കാനാവുമെന്ന് യാത്രക്കാർ ചൂണ്ടിക്കാട്ടി. CPI 25ാം പാർട്ടി കോൺഗ്രസിന്റെ മുന്നോടിയായുള്ള ഘടക സമ്മേളനങ്ങൾക്ക് തുടക്കമായി. കുന്നംകുളം മണ്ഡലത്തിലെ ആദ്യ സമ്മേളനം കടവല്ലൂർ ലോക്കൽ കമ്മിറ്റിയിലെ കടവല്ലൂർ വെസ്റ്റ് ബ്രാഞ്ചിൽ നടന്നു. CPI തൃശൂർ ജില്ലാ സെക്രട്ടറി KK വത്സരാജ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. PV കുഞ്ഞുമോൻ പതാക ഉയർത്തി. M ബാബു, അബൂബക്കർ പത്തായിങ്കൽ, മുഹമ്മദ്, CPI സംസ്ഥാന കൌൺസിൽ അംഗം KP സന്ദീപ്, മണ്ഡലം സെക്രട്ടറി KT ഷാജൻ എന്നിവർ സംസാരിച്ചു. ചിറയൻ കീഴ് ഡോക്ടർ G ഗംഗാധരൻ നായർ സ്മാരക സമിതിയുടെ ഈ വർഷത്തെ പ്രൊഫസർ G ശങ്കരപിള്ള സ്മാരക പുരസ്കാരം നാടക പ്രവർത്തകൻ ET വർഗീസിന്. 10,001 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം ഈ മാസം 8 രാവിലെ 10 തൃശൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡി ഇൻ എഡ്യൂക്കേഷൻ ഹാളിൽ നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ ഡോക്ടർ SK വസന്തൻ സമർപ്പിക്കും. ചെയർപേഴ്സൺ കാഞ്ചന G നായർ, ഡോക്ടർ KU കൃഷ്ണകുമാർ, ഡോക്ടർ MN രാജീവ്, A ബിനിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഭാരതപ്പുഴ സംരക്ഷണത്തിന് കൂടി പ്രാധാന്യം നൽകി കേരള കുംഭമേള ഈ മാസം 11-12 ദിവസങ്ങളിൽ തിരുവല്ലുവാമല പാമ്പാടി ഭാരതപ്പുഴ കടവിൽ നടക്കും. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ ജനുവരി 13 ആരംഭിക്കുന്ന മഹാകുംഭമേളയ്ക്ക് മുന്നോടിയായാണ് കേരള കുംഭമേള നടത്തുന്നത്. വിശ്വബ്രഹ്മ ശങ്കരാചാര്യ പീഡീശ്വർ, സാധു കൃഷ്ണാനന്ദ സരസ്വതി, സ്വാമി ബ്രഹ്മാനന്ദ സരസ്വതി, സ്വാമി രാമപ്രസാനന്ദ സരസ്വതി, വർഗീസ് തൊടുപറമ്പിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നീണ്ട 9 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം തൃശൂർ ജില്ലയിലെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൌൺസിലിന്റെ യോഗം ശനിയാഴ്ച കളക്ടറേറ്റിൽ ചേരും. 2012 രൂപീകരിച്ച കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൌൺസിലിന്റെ കാലാവധി 2015 അവസാനിച്ചിരുന്നു. പുതിയ കൌൺസിൽ രൂപീകരണം പല കാരണങ്ങളാലും നീണ്ടുപോയപ്പോൾ ജില്ലാ ഉപഭോക്തൃ സമിതി പ്രസിഡന്റ് ജെയിംസ് മുട്ടിക്കൽ നവകേരള സദസ്സിൽ പരാതി നൽകുകയും തുടർച്ചയായി സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തിരുന്നു. 2024 നവംബർ 12 ഗസറ്റ് വിജ്ഞാപന പ്രകാരം രൂപീകരിച്ച കൌൺസിലിന്റെ ആദ്യ യോഗമാണ് നാളെ ചേരുന്നത്. ജില്ലാ കളക്ടർ ചെയർമാനായ കൌൺസിലിന്റെ കാലാവധി 4 വർഷമാണ്. ജില്ലയിലെ ഉപഭോക്താക്കളുടെ അവകാശങ്ങളും താൽപര്യങ്ങളും സംരക്ഷിക്കുകയാണ് കൌൺസിലിന്റെ ലക്ഷ്യം. മലയാളികളുടെ പ്രിയപ്പെട്ട സംവിധായകൻ സത്യൻ അന്തിക്കാടിന് ഇന്ന് 70ാം പിറന്നാൾ. ജന്മദിനാശംസകൾ നേർന്ന മലയാള സിനിമാ ലോകം. തങ്കനൂപുരമോ ഒഴുകും
മന്ത്രമധുമൊഴിയോ. സംവിധായകനായും തിരക്കഥാകൃത്തായും ഗാനരചയിതാവുമെല്ലാമായി മലയാള സിനിമാ ലോകത്തെ നിറസാന്നിധ്യമായ സത്യൻ അന്തിക്കാട് ഇന്ന് 70ാം പിറന്നാളിന്റെ നിറവിലാണ്. അന്തിക്കാട് എന്ന ഗ്രാമത്തിന്റെ പേര് ഒപ്പം ചേർത്തുവെച്ച് ഒരുപിടി നല്ല ഗ്രാമീണ ചിത്രങ്ങളുടെ സംവിധായകനായി മാറിയ മലയാളികളുടെ പ്രിയപ്പെട്ട സത്യേട്ടൻ 5 പതിറ്റാണ്ടോളം നീണ്ട സിനിമാ ജീവിതത്തിനിടെ 60ഓളം സിനിമകൾ സംവിധാനം ചെയ്തു. എല്ലാം ജീവിതഗന്ധിയായ സിനിമകൾ. സന്ദേശം, കിന്നാരം, ഗാന്ധിനഗർ, സെക്കൻഡ് സ്ട്രീറ്റ്, നാടോടിക്കാറ്റ്, സന്മനസ്സുള്ളവർക്ക് സമാധാനം, പൊന്മുട്ടയിടുന്ന താറാവ്, മഴവിൽക്കാവടി, തൂവൽ കൊട്ടാരം, രസതന്ത്രം, മനസ്സിനക്കരെ തുടങ്ങി മലയാളികളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്ത സിനിമകൾ. പണ്ടാ വീടുണ്ടാക്കിയതിന്റെ വെഞ്ചരിപ്പിനെ ഇതെന്റെ കയ്യിലോട്ട് വെച്ച് തരുമ്പോ മാതുട്ടിച്ചാൻ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാ, കൊച്ചുദേശ കൊച്ചേ സൂക്ഷിച്ചോളണം കൊണ്ട് കളഞ്ഞേക്കരുതെന്ന്. ഇപ്പോഴും ഇത് അരയിലുള്ളപ്പോ ഒരു ധൈര്യ. ജീവിതത്തിലെ പല വിഷമഘട്ടങ്ങളെയും നർമ്മത്തിലൂടെ അവതരിപ്പിക്കാനുള്ള കഴിവും പച്ചയായ നാട്ടിൻപുറത്തിന്റെ നന്മയും ഭംഗിയും വരച്ചുകാട്ടാനുള്ള കഴിവും ഇദ്ദേഹത്തെ വേറിട്ടതാക്കുന്നു. 150 വരെ 150 2 ബെഡ്റൂം, പൂന്തോട്ടം, കാറ് കയറ്റിയിടാനുള്ള സ്ഥലം, ബാത്റൂം അറ്റാച്ച്ഡ്, AC, 150 രൂപ വാടക. വാ, പറ്റിയ സ്ഥലമാണ്. ഈ സംവിധായക മികവിനെ തേടി ദേശീയ ചലച്ചിത്ര അവാർഡും സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളുമടക്കം നിരവധി പുരസ്കാരങ്ങൾ തേടിയെത്തി. പിറന്നാളാശംസകൾ നേരുന്നതോടൊപ്പം സത്യൻ അന്തിക്കാട് ടച്ച് നിറയുന്ന കൂടുതൽ സിനിമകൾക്കായി കാത്തിരിക്കുകയാണ്. TC വിനോസ്, തൃശൂർ. നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ ഏകാദശിയോടനുബന്ധിച്ച് നെല്ലുവായ് പ്രദീപ് നമ്പീശന്റെ നേതൃത്വത്തിൽ തുള്ളൽ സമന്വയം അരങ്ങേറി. ഗരുഡ ഗർവഭംഗം എന്ന കഥയാണ് തുള്ളലിൽ അവതരിപ്പിച്ചത്. വായ്പാട്ടിൽ കലാമണ്ഡലം പ്രസൂൺ, നന്ദൻ ചെറുശ്ശേരി എന്നിവരും, മൃദംഗത്തിൽ കലാമണ്ഡലം സജിത് ബാലകൃഷ്ണനും, ഇടക്കയിൽ കലാമണ്ഡലം സൂരജ് എന്നിവരും പിന്നണിയായി. പൂനിലാവൊഴുകുന്ന പുണ്യരാത്രി എന്ന് തുടങ്ങുന്ന ക്രിസ്മസ് ഗാനം സോഷ്യൽ മീഡിയയിൽ ആസ്വാദക പ്രീതി നേടുന്നു. ക്രിസ്മസ് രാവിന്റെ സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളെ വരികളാക്കി മാറ്റിയത് ഫാദർ ജോഷി കണ്ണുകാടനാണ്. സംഗീതം പകർന്നിരിക്കുന്നത് ജോനാഥൻ ബ്രൂസും. ഗാനം ആലപിച്ചിരിക്കുന്നത് പിന്നണി ഗായിക അഖില ആനന്ദുമാണ്. ചിറ്റാറ്റുകര സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിന്റെ 255ാം കമ്പിടി തിരുനാളിനോടനുബന്ധിച്ച് പബ്ലിസിറ്റി കമ്മിറ്റി പ്രമോ വീഡിയോ പുറത്തിറക്കി. കേരള ബാർ കൌൺസിൽ ചെയർമാൻ അഡ്വക്കേറ്റ് TS അജിത് പ്രമോ വീഡിയോയുടെ പ്രകാശനം നിർവഹിച്ചു. 1 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള പ്രമോ വീഡിയോയുടെ സംവിധാനം ബാബു കെ പോളും ക്യാമറയും എഡിറ്റിംഗും റിജോ ചിറ്റാറ്റുകരയുമാണ് നിർവഹിച്ചിട്ടുള്ളത്. ഇടവക അംഗങ്ങളാണ് പ്രമോ വീഡിയോയിൽ അഭിനയിച്ചിട്ടുള്ളത്. Paya, ele, paya, 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 paya, ele, paya. ജനുവരി 6-7 ചിറ്റാറ്റുകര വിശുദ്ധ സെബസ്ത്യാനോസിന്റെ കമ്പിടി തിരുനാൾ. ഏവർക്കും സ്വാഗതം. പുത്തൻ പീടികയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ GT റോഡ് CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ അധ്യക്ഷത വഹിച്ചു. 7ാം വാർഡ് അംഗം മിനി ആന്റോ, മറ്റ് വാർഡ് അംഗങ്ങളായ TP രഞ്ജിത് കുമാർ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് V രാജീവ്, VK മോഹനൻ, പൊറിഞ്ചു മാളിയേക്കൽ എന്നിവർ സംസാരിച്ചു. നാട്ടിക
MLA ഫണ്ടിൽ നിന്നും 15 ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡ് നിർമ്മാണം പൂർത്തിയാക്കിയത്. ചിറ്റിലപ്പള്ളി പുലിയം തൃക്കോവിൽ ശ്രീ മഹാശിവക്ഷേത്രത്തിന്റെ ഊട്ടുപുരിയോട് ചേർന്ന് ഗ്യാസ് ഗോഡൌൺ ആരംഭിക്കാനുള്ള സ്വകാര്യ വ്യക്തിയുടെ നീക്കം തടയാനാവശ്യപ്പെട്ട് ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അടാട്ട് പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ നാമജപ യാത്ര സംഘടിപ്പിച്ചു. മുതുവറ സെന്ററിൽ നിന്ന് ആരംഭിച്ച നാമജപ യാത്ര അടാട്ട് പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ സമാപിച്ചു. തുടർന്ന് നടന്ന യോഗം ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി KP ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. പുലിയം തൃക്കോവിൽ ശ്രീ മഹാശിവക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് M നാരായണൻകുട്ടി അധ്യക്ഷത വഹിച്ചു. NSS താലൂക്ക് ഭാരവാഹി ചിറക്കൽ നാരായണൻകുട്ടി, സംഭവ മഹാസഭ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പപ്പൻ, ക്ഷേത്ര കമ്മിറ്റി അംഗം CR സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. പേരാമംഗലം പോലീസും സ്ഥലത്തെത്തിയിരുന്നു. കോട്ടയം പാല സെന്റ് തോമസ് കോളേജിന്റെ പ്ലാറ്റിനം ജൂബിലിയുടെ ഭാഗമായി സംഘടിപ്പിച്ച ഓൾ കേരള സൈക്കിൾ റാലിക്ക് ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്വീകരണം നൽകി. സ്കൂൾ PTA പ്രസിഡന്റ് പ്രദീപ് ലാൽ സ്വീകരണ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ MPTA പ്രസിഡന്റ് ലക്ഷ്മി, അധ്യാപകരായ ബിജു മോഹൻ ബാബു, KG സജിത്, TT പ്രസൂൽ, ശ്രീകാന്ത്, രാജേഷ്, കായിക അധ്യാപകൻ TN സിജിൽ എന്നിവർ സംസാരിച്ചു. കോളേജിന്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് 4 അധ്യാപകർ അടങ്ങുന്ന ടീമാണ് ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടെ സാർമാർ സംസാരിച്ചതുപോലെ തന്നെ ക്യാമ്പയിന്റെ ഭാഗം മരണപ്പെടുന്ന അതിഥി തൊഴിലാളികളുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്ന സ്വകാര്യ ഏജൻസികൾക്ക് വേണ്ടി തൃശൂർ മെഡിക്കൽ കോളേജ് സെക്യൂരിറ്റി പ്രവർത്തിക്കുന്നതായി പരാതി. കഴിഞ്ഞ 1-ാം തീയതി മരിച്ച പശ്ചിമബംഗാൾ സ്വദേശി ജമദ് അലിയുടെ മൃതദേഹം മെഡിക്കൽ കോളേജിലെ സെക്യൂരിറ്റി ജീവനക്കാർ വിട്ടു നൽകാൻ വൈകിയതാണ് പരാതിക്കിടയാക്കിയത്. ജീവനക്കാരനെതിരെ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതായി അതിഥി വെൽഫെയർ ഫോറം ചെയർമാൻ ബാവ ഹുസൈൻ, ജനറൽ സെക്രട്ടറി ഷിഹാബ് പറേലി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. എറവ് സെന്റ് തെരേസാസ് കപ്പൽ പള്ളിയിലെ വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ തിരുനാളിനോടനുബന്ധിച്ച് വിതരണം ചെയ്യാനുള്ള റോസാപ്പൂക്കൾ പള്ളിയിലെത്തിച്ചു. 50 തിരുനാൾ ദിവസമായ നാളെ രാവിലെ 7-ന് വിശുദ്ധ കൊച്ചുത്രേസ്യയ്ക്ക് കുഞ്ഞുടുപ്പ് സമർപ്പണം നടത്തും. പ്രധാന തിരുനാൾ ദിനമായ ഞായറാഴ്ച ഇടവകയിലെ വീടുകളിൽ തയ്യാറാക്കുന്ന തിരുനാൾ പൊതിച്ചോറ് സമർപ്പണം രാവിലെ ആരംഭിക്കും. ഞായറാഴ്ചയിലെ ഉച്ചഭക്ഷണം എറവ് ഇടവകയിൽ നിന്നുള്ള തിരുനാൾ വിഭവമായി നൽകും. മുണ്ടത്തിക്കോട് NSS കരയോഗം മന്നത്ത് പത്മനാഭന്റെ 148ാമത് ജയന്തി ആചരിച്ചു. പ്രസിഡന്റ് രാജു മാരാത്ത്, സെക്രട്ടറി A സുധീഷ് ബാബു, A സുരേന്ദ്രൻ, രാജശ്രീ സുഗുണൻ എന്നിവർ സംസാരിച്ചു. മുണ്ടത്തിക്കോട് കല്ലടി ശ്രീ പൂർണ്ണ പുഷ്കല ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം ഭക്തിസാന്ദ്രമായി. തന്ത്രി കക്കാട് വാസുദേവൻ നമ്പൂതിരി മുഖ്യ കാർമ്മികനായി. മേൽശാന്തി അരവൂർ മഠം വാസുദേവൻ എമ്പ്രാന്തിരി വിശേഷാൽ പൂജകൾക്ക് നേതൃത്വം നൽകി. തുടർന്ന് നടന്ന ആദരിക്കൽ ചടങ്ങിൽ V മുരളി, മാരാത്ത് ഗംഗാധരൻ, A സുധീഷ് ബാബു, G രഘുനാഥ് തുടങ്ങിയവർ പങ്കെടുത്തു. അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയായ അമൽ അരവിന്ദൻ സംവിധാനം ചെയ്യുന്ന പൂതം വരവായി എന്ന ഹ്രസ്വചിത്രത്തിന്റെ ചിത്രീകരണം ആരംഭിച്ചു. ആര്യമ്പാടം സർവോദയ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയായ അമൽ സ്കൂളിലെ ചിൽഡ്രൻസ് ഫിലിം ക്ലബിന് വേണ്ടിയാണ് കുട്ടികളുടെ സിനിമ നിർമ്മിക്കുന്നത്. സിനിമയുടെ സ്വിച്ച് ഓൺ കർമ്മം ഗിന്നസ് സത്താർ ആദൂർ നിർവഹിച്ചു. ഫിലിം ഫെയിം ലങ്കാലക്ഷ്മി, ചൈൽഡ് ആർട്ടിസ്റ്റ് വൈഗാനന്ദൻ തുടങ്ങിയവർ പങ്കെടുത്തു. സംവിധായകൻ അരവിന്ദൻ നെല്ലുവായുടെ മകനാണ് 10 വയസ്സുകാരനായ അമൽ. അമൽ അരവിന്ദന്റെ ആദ്യ സംരംഭമാണ് ഈ ഷോർട്ട് ഫിലിം. പൂതൻ വരവായി എന്ന് നാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ള ഈ ഷോർട്ട് ഫിലിം നമ്മുടെ ആചാര അനുഷ്ഠാനങ്ങളെ ബന്ധപ്പെടുത്തിയാണ് ചെയ്തിരിക്കുന്നത്. നാട്ടുപ്രദേശങ്ങളിൽ, ഗ്രാമങ്ങളിലെ ഉത്സവത്തിന് മുന്നോടിയായി പൂതം കെട്ടിവരുന്ന ഒരു കുട്ടിയുടെ ജീവിതയാത്രയിലൂടെയാണ് ഈ കഥ തുടങ്ങുന്നത്. നമ്മുടെ ഗ്രാമത്തിൻ്റെ വിശുദ്ധിയുടെയും നാട്ടു അറിവുകളും നാട്ടു കലകളും പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെയും കൂടിയും ഒരു ഭാഗമായിട്ടാണ് ഈ ചിത്രീകരണം കാണുന്നത്. പേനകം ഗുരുദേവ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂൾ അങ്കണത്തിൽ നടന്നുവരുന്ന വിശ്വകലാക്ഷേത്രയുടെ നാടകം
പ്രൊഫഷണൽ നാടകോത്സവം സമാപിച്ചു. സമാപന യോഗം ചലച്ചിത്ര സംവിധായകൻ അമ്പിളി ഉദ്ഘാടനം ചെയ്തു. കഥാകൃത്ത് റാഫേൽ തൈക്കാട്ടിൽ അധ്യക്ഷനായി. സംഘാടക സമിതി ഭാരവാഹികളായ ശ്രീനിവാസൻ പണിക്കശ്ശേരി, പി കെ ദാസൻ, സുനിൽകുമാർ, അപ്പു, ജാദവ് വേദൻ, എം വി രത്നാകരൻ എന്നിവർ സംസാരിച്ചു. കടക്കാവൂർ നടനസഭയുടെ റിപ്പോർട്ട് നമ്പർ 79 എന്ന നാടകത്തോടെയാണ് നാടകം നാടകരാവുകൾ സമാപിച്ചത്. പ്രസ് ഫോറം പാവറട്ടിയുടെ നേതൃത്വത്തിൽ സ്നേഹസംഗമവും ഡയാലിസിസ് രോഗികൾക്കുള്ള ചികിത്സാ സഹായ വിതരണവും നടന്നു. മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് TT മുനേഷ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ MM റജീന, ദിൽന ധനേഷ്, കൊച്ചപ്പൻ വടക്കൻ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് VM മുഹമ്മദ് ഗസാലി, ബെന്നി ആന്റണി, പ്രസ് ഫോറം ഭാരവാഹികളായ ബിജോയ് പെരുമാട്ടിൽ, ജോഷി വാഴപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു. പ്രസ് ഫോറം നടപ്പിലാക്കുന്ന 100 സൗജന്യ ഡയാലിസിസ് പദ്ധതിയുടെ ഉദ്ഘാടനം ചലച്ചിത്ര താരം ശിവജി ഗുരുവായൂർ നിർവഹിച്ചു. തെക്കുംകര മുൻ പഞ്ചായത്ത് പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായിരുന്ന CT ദേവസിയുടെ 11ാം ചരമ വാർഷികത്തോടനുബന്ധിച്ച് CT ദേവസി സ്മാരക ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ അനുസ്മരണവും 3ാമത് സഹകാരി പുരസ്കാര വിതരണവും ഞായറാഴ്ച നടക്കും. മുൻ KPCC ജനറൽ സെക്രട്ടറി MP ജാക്സൺ ഉദ്ഘാടനം ചെയ്യും. മുൻ MLA PA മാധവൻ അനുസ്മരണ പ്രഭാഷണവും O അബ്ദുൾ റഹ്മാൻ കുട്ടി ചികിത്സാ ധനസഹായ ഫണ്ട് വിതരണവും നിർവഹിക്കും. ട്രസ്റ്റ് ഭാരവാഹികളായ PJ രാജു, കുട്ടൻ മച്ചാട്, AR കൃഷ്ണൻകുട്ടി, TA ശങ്കരൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. എളവള്ളി സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ വിശുദ്ധ അന്തോണീസിന്റെയും വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെയും ശതാബ്ദി തിരുനാളിന് കൊടിയേറി. തൃശൂർ അതിരൂപത സഹായ മെത്രാൻമാർ ടോണി നീലങ്കാവൽ കൊടിയേറ്റം നിർവഹിച്ചു. വികാരി ഫാദർ ഫ്രാങ്ക്ലിൻ കണ്ണനാക്കൽ സഹകാർമ്മികനായി. ട്രസ്റ്റിമാരായ ഇഗ്നീഷ്യസ് തട്ടിൽ, വിൻസെന്റ് പുലിക്കോട്ടിൽ, ജോൺസൺ ചാലക്കൽ, സിസ്റ്റർ ലീന പോൾ, വർഷീസ് കൈതാരത്ത്, തോമസ് അന്തിക്കാട്ട് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഈ മാസം 11, 12, 13 തീയതികളിലാണ് തിരുനാൾ. കൊടകര പ്രസ് ക്ലബ് വാർഷിക പൊതുയോഗം പ്രസിഡന്റ് IR രാജന്റെ അധ്യക്ഷതയിൽ സംഘടിപ്പിച്ചു. സെക്രട്ടറി കൊടകര ഉണ്ണി, ലോനപ്പൻ കടമ്പോട്, TG അജോ, ഷോജൻ D വിധേയത്തിൽ, PK നൌഷാദ് തുടങ്ങിയവർ സംസാരിച്ചു. ഭാരവാഹികളായി K പ്രസാദ് പ്രസിഡന്റ്, TG അജോ സെക്രട്ടറി, ഡിനോ കൈനാടത്ത് ട്രഷറർ, ഷോജൻ D വിധേയത്തിൽ വൈസ് പ്രസിഡന്റ്, PK നൌഷാദ് ജോയിന്റ് സെക്രട്ടറി എന്നിവരെ തിരഞ്ഞെടുത്തു. തളിക്കുളം കൊപ്രക്കളം പരിസരത്ത് സ്ഥാപിച്ച മിനി മാസ് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ MLA CC മുകുന്ദൻ നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK അനിത, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കല, വാർഡ് മെമ്പർ CK ഷിജി തുടങ്ങിയവർ പങ്കെടുത്തു. ഈ പഞ്ചായത്ത് മെമ്പർ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്നും താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 2 ഡിഗ്രി മുതൽ 3 ഡിഗ്രി വരെ ചൂട് ഉയരാം. ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട്. ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ജാഗ്രത പുലർത്തണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കിഴുപ്പുള്ളിക്കര ഗവൺമെന്റ് നളന്ദ ഹയർ സെക്കൻഡറി സ്കൂളിൽ വാർഷികാഘോഷം MLA CC മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം ഷീന പറയങ്ങാട്ടിൽ അധ്യക്ഷത വഹിച്ചു. ഹെഡ്മിസ്ട്രസ് സീനത്ത്, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ, താന്യം പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ്, കലാഭവൻ ജയൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സീനത്ത് മുഹമ്മദ് അലി, PTA പ്രസിഡന്റ് VA അബ്ദുൾ അസീസ് തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാഭ്യാസ രംഗത്തും അതുപോലെ തന്നെ കായിക രംഗത്തും കലാരംഗത്തും മാതൃക പതിപ്പിച്ച സ്കൂളിന്റെ പ്രവർത്തനത്തെ ആത്മ സോഷ്യൽ ഇംപാക്ട് കോൺക്ലേവ് 10, 11, 12 തീയതികളിൽ തൃശൂർ TGSM സരസ്വതി വിദ്യാനികേതനിൽ നടക്കും. പാനൽ ചർച്ചകളും സംവാദവും വിവിധ ക്ലാസുകളും ഉണ്ടായിരിക്കും. ഡോക്ടർ R ബാലസുബ്രഹ്മണ്യം, രവി ശ്രീധരൻ തുടങ്ങിയ പ്രമുഖർ പങ്കെടുക്കും. ഡയറക്ടർ CK സുരേഷ്, CG ശിവദാസ്, VK രാമചന്ദ്രൻ, N സംഗീത, M അഞ്ജന എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ.
സ്വർണം ഗ്രാമിന് 7230, പവന് 57,840. വെള്ളി ഗ്രാമിന് 95, പ്ലാറ്റിനം ഗ്രാമിന് 3160 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. പാലപ്പിള്ളിയിൽ മാൻ ബൈക്കിൽ വന്നിടിച്ച് ദമ്പതികൾ ഉൾപ്പെടെ 3 പേർക്ക് പരിക്ക്. വന്യമൃഗശല്യം മൂലം ദുരിതമനുഭവിച്ച പാലപ്പിള്ളി നിവാസി. തൃശൂർ കുന്നംകുളം സംസ്ഥാന പാതയിൽ പുഴയ്ക്കൽ ആമ്പക്കാട് ബസ് സ്റ്റോപ്പിന് സമീപമുള്ള ഡിവൈഡർ അപകടക്കെണിയായി. ഡിവൈഡറിൽ ഇടിച്ചുകയറി വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവാകുന്നു. തൃശൂർ പുല്ലഴിയിൽ ഫ്ളാറ്റിലേക്ക് പടക്കമേറ്. കേരള സ്റ്റേറ്റ് ഹൌസിംഗ് ബോർഡ് അപ്പാർട്ട്മെന്റിലേക്കാണ് പടക്കമെറിഞ്ഞത്. പടക്കമേറിൽ വീടിന്റെ വാതിലിന് തകരാർ സംഭവിച്ചു. വീടിന് മുന്നിൽ വെച്ചിരുന്ന കുപ്പി പൊട്ടിത്തെറിച്ചു. തൃശൂരിൽ ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷ തീപിടിച്ച് കത്തിനശിച്ചു. ഗ്യാസിൽ പ്രവർത്തിക്കുന്ന ഓട്ടോറിക്ഷയാണ് കത്തിനശിച്ചത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഇരിങ്ങാലക്കുടയിൽ വീട്ടിൽ തീപിടുത്തം. വടക്കാഞ്ചേരി ഒന്നാംകല്ലിൽ ബസ് കയറുന്നതിനിടെ താഴെ വീണ് കാലിലൂടെ ബസ് കയറി വയോധികയ്ക്ക് ഗുരുതര പരിക്ക്. ഒന്നാംകല്ല് സ്വദേശിനി നബീസയ്ക്കാണ് പരിക്കേറ്റത്. പാറമേക്കാവ് ക്ഷേത്രത്തിൽ വേലയാഘോഷം ഇന്ന്. രാത്രി നടക്കുന്ന എഴുന്നള്ളിപ്പിൽ 9 ഗജവീരന്മാർ അണിനിരക്കും. വെടിക്കെട്ട് പുലർച്ചെ 1. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.